സാറേ, അധികം വൈകാതെ ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാവും. ഇത് പാകിസ്ഥാൻ്റെ ഒരു ISI ചാരനുണ്ട്, സയ്യിദ് ഹമീദ്. അയാൾ പാകിസ്ഥാനിലെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അതാണ് പാകിസ്ഥാൻ അല്ല, അവർ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നൂറ്റാണ്ടുകളായിട്ട് യുദ്ധം തുടരുകയാണ്, ഒരിക്കൽ ഈ യുദ്ധം അവസാനിക്കും. ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തകർത്തിട്ട് ഈ വിഗ്രഹങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കും. അതായത് പണ്ട് മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം തകർത്തതുപോലെ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും തകർക്കും. ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ അധികം താമസിയാതെ വരും. അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കും. ഇമാതിരി അമേരിക്കനെ ഇസ്രായേലിനെയൊക്കെ ചൊറഞ്ഞു കഴിഞ്ഞാൽ എത്രകാലം ഇസ്ലാം ഇവിടെ ഉണ്ടാവുന്ന കാര്യത്തിൽ വലിയ സംശയമാണ്. ഇന്ന് ഇവന്മാർ കൊണ്ടു നടക്കുന്ന ഇസ്ലാം, ഞാൻ കൊണ്ടു നടക്കുന്ന ഇസ്ലാം ഉണ്ടാവും, ഇവന്മാരെ കൊണ്ടു നടക്കുന്ന ഇസ്ലാം ഉണ്ടാവും എന്ന കാര്യത്തിൽ തന്നെ സംശയമാണ്. എന്താകുന്നത് നൂറ്റാണ്ടുകളായി തുടരുന്നത്. ശരി, നമുക്ക് നോക്കാം. ആദ്യത്തെ അക്രമം എനിക്കൊന്ന് 8-ാം നൂറ്റാണ്ടിലെ മറ്റാണ്. മുഹമ്മദ് ബിൻ കാസിം. അതെ, മുഹമ്മദ് ബിൻ കാസിം എന്ന് വെച്ചാൽ അയാൾ അറബി തന്നെയായിരുന്നു. അയാൾ ഈ ശ്രീലങ്കയിൽ നിന്ന് ഖലീഫയ്ക്ക് അയച്ച പാരിതോഷികങ്ങൾ ആരോ സിന്ധിനടുത്ത് വെച്ച് കടൽക്കൊള്ളക്കാർ കൊള്ളയടിച്ചു. അപ്പോൾ അതിൻ്റെ അന്നത്തെ രാജാവ് അതിന് മാപ്പൊക്കെ ചോദിച്ച് പരിഹാരമൊക്കെ ചെയ്യാൻ തന്നിട്ടും അതിൻ്റെ പേരിലാണ് ആദ്യമായിട്ട് ആക്രമിക്കുന്നത്. അത് പഞ്ചാബ്, സിന്ധ് പ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്തു. അതാണ് ഫസ്റ്റ് അറ്റാക്ക്. അത് ദാഹിർ എന്ന് പറഞ്ഞ പേരിലൊരു ബ്രാഹ്മണ രാജാവ് ഉണ്ടായിരുന്നു. അയാളെ കൊന്നു കളഞ്ഞു. ഈ അക്രമത്തിൽ ബുദ്ധമതക്കാർ സഹായം നൽകിയിരുന്നു. ഇവന്മാർ ബുദ്ധിസ്റ്റുകളും ബ്രാഹ്മണരും അടിയായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന മുഹമ്മദ് ഗസ്നി ഇങ്ങോട്ട് വന്നത് ഈ ക്ഷേത്രങ്ങൾ ഉള്ളടി ഇവിടെ ഇസ്ലാം ഉണ്ടാക്കണമെന്നല്ല, സമ്പത്ത് കൊണ്ടു. അയാൾ സമ്പത്ത് ഉണ്ടാകാൻ വന്നു. അയാളുടെ നാട്ടിൽ ഒടുക്കത്തെ സമകണ്ഠ മറ്റായിരുന്നു അയാളുടെ നാട്. ഒടുക്കത്തെ ദാരിദ്ര്യം 10-ാം നൂറ്റാണ്ടിലാണ്, 10-11 നൂറ്റാണ്ട് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു നാട്ടിൽ. അപ്പോൾ ആ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു. അത് കൊള്ളടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ബേസിക്കലി വന്നത്. ഇയാൾ എന്നിട്ട് തിരിച്ചു പോയിട്ട് അയാളുടെ നാട്ടിൽ 6 വർഷത്തെ നികുതി വേണ്ടാന്ന് സെലിബ്രേഷനായിരുന്നു. നികുതി വേണ്ടാന്ന് നോക്കി പിന്നെയും വന്നു. അയാൾ ഏതാണ്ട് 70 തവണ വന്നു, 20 തവണ വന്നു, 40 തവണ വന്നു പറയുന്നത്. ഏതായാലും ഒന്നും കൂടെ തവണ അയാൾ വന്ന് സോമനാഥ ക്ഷേത്രവും അയാൾ ആക്രമിച്ചിട്ടുണ്ട്. ഗുജറാത്ത് അന്നേ കച്ചവടത്തിൻ്റെയൊക്കെ ആയിരുന്നു, ഇഷ്ടം പോലെ സ്വർണ്ണവും വൈഡൂര്യമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. സോമനാഥ ക്ഷേത്രം ആക്രമിക്കാനുള്ള കാരണമായിട്ട് അയാളുടെ ലാംഗ്വേജിൽ അയാളുടെ കോർട്ട് ഹിസ്റ്റോറിയൻസൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3 കാരണമാണ്. 1, ഇയാളെ സ്വർണം. 2, മന്നത്ത് എന്ന് പറഞ്ഞ ദൈവം ഉണ്ടായിരുന്നു അറേബ്യയിൽ. ഷാരൂഖ് ഖാൻ്റെ വീടിൻ്റെ പേര് മന്നത്താണ്. ഈ അവിടെയുള്ള ബാക്കി ദൈവങ്ങളൊക്കെ, ലോക്കൽ ദൈവങ്ങളെയൊക്കെ ഇസ്ലാം വന്ന സമയത്ത് തകർത്ത് കളഞ്ഞു. ഈ മന്നത്തിൻ്റെ വിഗ്രഹം മാത്രമേ അവർ അന്ന് അറബികൾക്ക് നമ്മളൊരു ബന്ധമുണ്ടല്ലോ കൊണ്ടുവന്ന് ഗുജറാത്തിലെ ഈ സോമനാഥ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ ഈ സൂക്ഷിച്ചു വെച്ചപ്പോൾ അത് നശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അവസാനത്തെ ഈ ആത്യന്തികമായ ചാമ്പ്യൻ ആകാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ചെയ്തതെന്നാണ് അവരുടെ ഭാഷയിൽ എഴുതപ്പെട്ടത്. ഇങ്ങോട്ട് ടർക്കിഷ് ഭാഷയിലെന്ന് തോന്നുന്നു എഴുതപ്പെട്ട പുസ്തകത്തിൽ പറയുന്നത്. ഗസ്നിയെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞു. 2ാമത്തെ കാര്യം, ഈ സോമനാഥ ക്ഷേത്രത്തിൽ നിറച്ച് സ്വർണ്ണം വൈഡൂര്യമൊക്കെയാണ്, അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. 3ാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതൊരു തകർത്തതിന് കാരണമല്ല പറയുന്നത്, അത് ഇന്ത്യക്കാരുടെ ടെക്നോളജിയെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നതാണ്. സോമനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗം താഴെ അല്ല ഭൂമിയിലല്ലാതെ ഒരു കാന്തിക പ്രവാഹത്തിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരുന്നു. ഇന്ത്യക്കാരുടെ സുപ്പീരിയർ ടെക്നോളജിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ നാട്ടിലേക്ക് ഇയാൾ മരിച്ചോടുകൂടി അയാളെ സമാധി അല്ലാതെ പിന്നെ ഇയാളുടെ ഒരു അണ്ടറിൽ അടിമയായിരുന്ന ഇയാളുടെ പിന്നെ മുഹമ്മദ് ഗോറി, മറ്റേ മുഹമ്മദ് ഗസി, മറ്റേ ഇത് ഗോറി വന്നിട്ട് ഗോറയാണ് പിന്നെ വരുന്നത് 11-ാം നൂറ്റാണ്ടിൽ. ഈ പൃഥ്വിരാജിനെയൊക്കെ കൊല്ലുന്നു. ആദ്യത്തെ യുദ്ധത്തിൽ പൃഥ്വിരാജ് ജയിക്കുന്നു. അയാൾക്കന്ന് ബാറ്റിൽ ഓഫ് തറൈൻ തന്നെ പറയാം, ഫസ്റ്റ് ബാറ്റിൽ. ഈ തറൈൻ യുദ്ധത്തിൽ ഇയാൾ ജയിച്ച സമയത്ത് അതിൻ്റെ മുമ്പ് ഗസ്നീൻ്റെ കൊട്ടാരമൊക്കെ ചുട്ടിരിക്കുന്നുണ്ട് മുഹമ്മദ് ഗോറി. എന്നിട്ടാണ് ഇങ്ങോട്ട് ഇരുന്നത്. ഇയാളെ മാസ്റ്ററായിരുന്നു. അയാളുടെ കൊട്ടാരം വിട്ടരിച്ചുകൊണ്ടാണ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ പരമ്പരയിൽപ്പെട്ട ആളെ. ആ പരമ്പരയിൽ ഇയാൾ അടിമയായിരുന്നു ഇയാളുടെ, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഗവർണറായിരുന്നു അയാൾ. അവരുടെ കൊട്ടാരമൊക്കെ സമകണ്ഠിലെ കൊട്ടാരമൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടാണ് വരുന്നത്. ഇയാൾ വരുന്നത് ലൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ, കൊള്ളയടിക്കാനാണ്.
ഇയാൾ വന്നിട്ട് പൃഥ്വിരാജിനോട് ആദ്യം ഏറ്റുമുട്ടി. പൃഥ്വിരാജ് ആ യുദ്ധത്തിൽ ഇയാൾ തോറ്റുപോയി. പൃഥ്വിരാജിന് ഇയാളെ കൊന്നു കഴിഞ്ഞാൽ വലിയ ശല്യം നിന്നായിരിക്കും. അയാൾ എന്ത് ചെയ്ത്, ഇന്ത്യക്കാർ അന്ന് യുദ്ധത്തിൽ ധാർമ്മിക നീതിയൊക്കെ പുലർത്തിയിരുന്നു. ഇത് ആദ്യം ലംഘിച്ചത് ഈ തുർക്കികളും, ഇവർ അറബികളല്ല, തുർക്കികളും ഫാഹിയാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചൈനീസ് ട്രാവലർ, ഇന്ത്യ ധർമ്മയുദ്ധമായിരുന്നു, രാത്രിയായി യുദ്ധം ചെയ്യില്ല, സ്ത്രീകളെയും കുട്ടികളെ ആക്രമിക്കില്ല, പിന്നെ മിലിറ്ററി പേഴ്സണൽസിനെ ആക്രമിക്കില്ല, സിവിലിയൻസിനെ ആക്രമിക്കില്ല, അങ്ങനെയുള്ള യുദ്ധമായിരുന്നു. പിന്നിന്ന് ആക്രമിക്കില്ല, മുന്നിൽ നിന്ന് ആക്രമിക്കുള്ളൂ എന്നൊക്കെയായിരുന്നു. പിന്നെ കുതിരപ്പടയാളികൾ അവരോട് ഏറ്റുള്ളൂ, അല്ലാതെ കുതിരപ്പടയാളികൾ കാലാൽ പടയാളികൾ ഏറ്റുമുട്ടില്ല. അങ്ങനെ നമുക്ക് യുദ്ധനീതി ഉണ്ടായിരുന്നു. ഇവന്മാർക്ക് അതൊന്നുമില്ല. അപ്പം ഇയാൾക്ക് പരിക്ക് പറ്റിയപ്പം പിന്നെ ഇയാൾ പറഞ്ഞു പോയിക്കൊന്നു പറഞ്ഞു, അത് പൃഥ്വിരാജ്. ഈ നാളെ രണ്ടാമത് പൃഥ്വിരാജിൻ്റെ അമ്മായിയപ്പനുണ്ട് ജയജ എന്ന് പറയും, ഈ നാളെ ഒറ്റ കൊടുത്ത ഇയാൾ പിന്നെ വലിയ സൈന്യമായിട്ട് വന്ന് ഇയാളെ തോൽപ്പിച്ച് ഇയാളെ കണ്ണൊക്കെ ചുവന്നെടുത്ത് കിടന്നു. പൃഥ്വിരാജ് അവസാനം മരിക്കുന്നതിന് മുമ്പ് ഇയാൾ അമ്പ് ചെയ്ത് കൊന്നു, അന്ധനായത് അമ്പ് ചെയ്ത് കൊന്നു എന്നൊക്കെയാണ് പൃഥ്വിരാജ് ഉത്സവം എന്നുള്ള, അതൊരു മുസ്ലിം തന്നെയാണ് എഴുതിയത് എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞ് ഇയാൾ അടിമയായിട്ടുള്ള കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ടായിരുന്നു. ഈ ഐബക്കാണ് 11-12 നൂറ്റാണ്ടുകൾ ആദ്യമായി ഡൽഹി സുൽത്താനായിട്ട് സ്ഥാപിക്കപ്പെടുന്നത്. പിന്നെ ഒരു 300-400 വർഷം അവർ വലിച്ചു. സുൽത്താൻ ഇൽത്തുമിഷ്, ബാൽബൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ബാൽബൻ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അതിന് നമുക്ക് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ് ഏറ്റവും പവർഫുൾ. ഇവർ ആപ്പാട് ഇന്ത്യക്ക് ചെയ്തൊരു ഗുണമെന്ന് വെച്ചാൽ മംഗോൾസ് ഇന്ത്യയിലേക്ക് കയറാതെ അവരെ മംഗോൾസിനെ തടഞ്ഞു നിർത്തി അലാവുദ്ദീൻ ഖിൽജിയാണ്. അതിൻ്റെ ഇടയിൽ അയാൾ മരിച്ചു. അല്ലാതെ മംഗോൾസ് ഇവിടെ വന്നിരുന്നത് ഭയങ്കര കൂട്ടക്കുരുതി അവിടെ നടത്തായിരുന്നു. അത് ഇയാളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് മുഗൾസ്. ചെങ്കിസ് ഖാൻ. അത് കഴിഞ്ഞ് മുഗൾസ് 15-ാം നൂറ്റാണ്ടിൽ വരുന്നു. മുഗൾസ് എന്ന് വെച്ചാൽ തുർക്കികളും ഇയാളെ അമ്മയുടെ ലൈനിൽ താമർ ലൈൻ എന്ന് പറഞ്ഞ ബാബറിൻ്റെ അമ്മയുടെ ലൈനിൽ താമർ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ടർക്കിഷ് യോദ്ധാവുണ്ട്, ലോകം കീഴടക്കിയുള്ള അയാളുടെ പിന്നെ തിമൂർ എന്ന് പറയാതെ അയാളുടെ പിന്തുണക്കാൻ അയാളെ ബാപ്പാൻ്റെ ലൈൻ എന്ന് വെച്ചാൽ ചെങ്കിസ് ഖാൻ്റെ ലൈനാണ്. അല്ലെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റാണ്. ഈ ചെങ്കിസ് ഖാൻ മംഗോൾ ലോകം കീഴടക്കിയ മംഗോൾ ഹെഡാണ്. ഈ ഖാൻ എന്നുള്ളത് മംഗോൾസിൻ്റെ ഒരു ടൈറ്റിലാണ്. ഈ അവരുടെ ഒരു കലക്ടർ എന്നൊക്കെ പറയുന്ന ഒരു ടൈറ്റിലാണ് ചീഫിൻ്റെ. അതെല്ലാം അറബികൾക്കിടയിൽ ഖാനൊന്നുമില്ല. അത് നിങ്ങളിവിടെ ഈ സൗത്ത് കേരളയിൽ ഇസ്ലാം വന്നത് ഈ തുർക്കികൾ വഴിയാണ്. തുർക്കികൾ മുഗളന്മാർ അറബികളും മറ്റേ ഈ ഡൽഹി സുൽത്താനൊക്കെ ആയിട്ട് തമിഴ്നാട് കീഴടക്കി. അവർ ഒരു ഗവർണർ, മുഗളൻ എന്ന് പറഞ്ഞൊരു ഗവർണർ തിരുനെൽവേലിയിലെ മറ്റോ അയാൾ ഉണ്ടായിരുന്നു. അയാൾ ഇവിടെ വന്ന് തിരുവിതാംകൂർ കീഴടക്കിയിരുന്നു. എന്നിട്ട് ആ മേഖലയിൽ അങ്ങനെയാണ് ഈ പറയുന്ന നമ്മൾ ഈ മേഖല ഉണ്ടല്ലോ, വെഞ്ഞാറമ്മൂട് അങ്ങോട്ടൊക്കെ നല്ല വെളുത്ത സുന്ദരമായ മുസ്ലിംസിനെ കാണും. ഈ മുസ്ലിംസ് അങ്ങനെ ഉണ്ടായതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ തലസ്ഥാനം ഇവിടെ മുസ്ലിംസ് ഏരിയ ഉണ്ടല്ലോ, ഈസ്റ്റ് ഫോർട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലമുണ്ട്, അതായത് അവരുടെ തലസ്ഥാനം. അവിടെ നിങ്ങൾ വളരെ സുന്ദരമായ ആളുകൾ കാണാം. ആ ടർക്കിഷ് ബ്ലഡാണ് ബേസിക്കലി. അപ്പം എങ്കിലും പോലും കേരളം അവർക്ക് കാര്യമായിട്ട് പെട്ടെന്ന് തന്നെ അയാളെ പിന്നെ ആരോ കൊന്നു കളഞ്ഞു. ഇവിടെ നിന്ന് എല്ലാവരും നമ്മൾ ടിപ്പു സുൽത്താൻ പണി കൊടുത്തിട്ടുണ്ട്, ഇയാൾക്ക് പണി കൊടുത്തിട്ടുണ്ട്, കൊന്നു കളഞ്ഞു. പിന്നെ ഒരു രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പ്രദേശത്ത് മുസ്ലിംസ് ആയവരും അവരുടെ സന്ദേഹപരമായി അങ്ങനെ തന്നെ മുസ്ലിമായി നിന്നു. അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു വലിയ ഗുണമാണ്. അപ്പം പിന്നെ അങ്ങനെ ഇത് രണ്ടും കൂടിയിട്ട് മുഗൾസ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ, അത് 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ട്, അത് 1500 പിന്നെ ഒന്നാമത്തെ ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ഇബ്രാഹിം ലോധി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഫ്ഗാൻ രാജാക്കന്മാരെന്ന മറ്റവന്മാരെ പറയാം, ഡൽഹി സുൽത്താനായിട്ട് അവരിൽ അവസാന രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു. അത് ബ്രിട്ടീഷുകാർ വരുന്നവരെ ഏതാണ്ട് പ്രാക്ടിക്കലി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെ ഏതാണ്ട് ആ ഭരണം നിലനിന്നു. ഇന്ത്യയുടെ അടുത്തത്തിൽ 500 വർഷക്കാലം മുസ്ലിംസ് ഭരിച്ചിരുന്നു ഉത്തരേന്ത്യയിൽ. ഈ കേരളത്തിൽ പെടുത്തണ്ടേ. ഇപ്പോൾ ഇവരൊക്കെ മുസ്ലിം ആകുന്നതിന് മുമ്പ്, മുഹമ്മദ് ബിൻ ഖാസിം ഇവിടെ വരുന്നതിന് മുമ്പ്, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിം അറബി കച്ചവടക്കാരായിട്ട് നമ്മൾ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇസ്ലാം ഇവിടെ എത്തിയെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ചരിത്രപരമായി ഇപ്പോൾ അത് സെൻറ്റ് തോമസിൻ്റെ കഥ പോലെയാണ്, കരുതപ്പെടുന്നേ ഉള്ളൂ നമ്മൾ. പക്ഷേ ചരിത്രപരമായ രേഖകൾ അനുസരിച്ച് ഏറ്റവും പഴയ രേഖ എന്ന് വെച്ചാൽ നമുക്ക് സിറിയൻ കോപ്പർ പ്ലേറ്റ് 10-ാം നൂറ്റാണ്ടിൽ അന്ന് ഇവിടെ മുസ്ലിം പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അവർ കച്ചവടക്കാരായി വന്നതാണ്, അല്ലാതെ തോക്കും എടുത്തിട്ടോ വന്നതല്ല, ഓക്കോ അല്ല കുന്തമായിട്ടോ ഉത്തരേന്ത്യ പോലെ വന്നതല്ല. ഇവർ അറബികളാണ് ബേസിക്കലി. അത് ക്രിസ്ത്യാനികൾ പറയുന്നത് വെച്ചാൽ അത് അറബികളാണ്, മുസ്ലിങ്ങളാണെന്ന് ഉറപ്പില്ല. അതായത് മുഹമ്മദ് എന്നൊക്കെ അതിൻ്റെ പേരുണ്ട്. സഭയിൽ മുസ്ലിംസ് ആകേണ്ടതാണ്, മറ്റേ കുറച്ച് മൗലികവാദം ഉള്ളതുകൊണ്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് പിന്നെ തരിശാപള്ളി കോപ്പർ പ്ലേറ്റ് എനിക്ക് തോന്നുന്നു ഓർത്തഡോക്സ് പള്ളിയിലാണ്, ദേവലോകത്ത് മറ്റാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നിട്ട് ഏതാണ്ട് 1100 തൊട്ട് ഏതാണ്ട് 1700 വരെയുള്ള 600 വർഷം ഇന്ത്യയിൽ മുസ്ലിം ഭരണമായിരുന്നു. മുസ്ലിം ഭരണമല്ല, ഈ പറയുന്ന ടർക്കിഷ് റൂൾ എന്ന് പറയാം. മുസ്ലിം റൂൾ എന്നോ അല്ലെ അറബ് റൂളോ അല്ല, ടർക്കിഷ് റൂളാണ്.
അതിൻ്റെ മുമ്പ് പിന്നെ അറബി ആയിരുന്നു മുഹമ്മദ് ബിൻ ഖാസിം വന്നു. ഇവരൊക്കെ വിചാരിച്ചിട്ട് ഇന്ത്യനെ, അതിൽ അക്ബറിനെ പോലുള്ള ചുരുക്കം ചില രാജാക്കന്മാർ മാത്രമാണ് എല്ലാവർക്കും അവരവരുടെ മതം പിന്തുടർന്നോട്ടെന്നുള്ള ലൈനെടുത്ത്. ബാക്കി എല്ലാവരും ഒന്നല്ലേ മറ്റേ രീതിയിൽ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജി സ്വന്തമായിട്ട് മതം ഉണ്ടാക്കാൻ വിചാരിച്ച ആളാണ്. മുഹമ്മദിനെ പോലെ സ്വന്തമായി മതം സ്ഥാപിക്കണം, അലക്സാണ്ടറിനെ പോലെ ലോകം കീഴടക്കണം എന്ന് വിചാരിച്ച ആളാണ്. പിന്നെ അയാളുടെ ഒരു ഉപദേശം കണ്ട ഒരു ഡൽഹിയിലെ കൊത്തുവാൾ പോലീസ് ഓഫീസർ ഒരു ഫഖറുദ്ദീൻ, അങ്ങനെ കുറച്ച് വിവരമുള്ള ആളായിരുന്നു. അങ്ങനെ ഇയാൾ വേണ്ടാത്ത പണിക്ക് പോലും നിങ്ങൾ അലക്സാണ്ടറും അല്ല, നിങ്ങൾ മുഹമ്മദ് നബിയും അല്ല, അത് സ്വന്തം പണി നോക്കി ഇവിടെ വന്നാൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അയാളെ പരിപാടിയൊക്കെ നിർത്തിക്കളഞ്ഞത്. ഇയാൾ ഒരു വലിയ മുസ്ലിം ഒന്നായിരുന്നില്ല, ബാബർ നല്ല വെള്ളടിയൊക്കെ ആയിരുന്നു. ശരി. പക്ഷേ ഒരു യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി ഇയാളെ അനുയായികളെയൊക്കെ രണ്ടാമത്തെ ബാറ്റിൽ ഓഫ് കാംഗ്ര എന്ന് തോന്നുന്നു, അന്ന് അഫ്ഗാൻ രാജാക്കന്മാരും ഈ ഹെമു എന്ന് പറഞ്ഞ രജപുത്ര രാജാവുണ്ടായി, അയാൾ ഭയങ്കര ഫൈറ്ററായിരുന്നു. അയാളുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി ഹെമു ആണോ എനിക്കറിയില്ല, ഏതായാലും രണ്ടാമത്തെ ബാറ്റിൽ ഓഫ് കാംഗ്ര, കൺഫ്യൂഷനായി. അപ്പോൾ അതിൽ ജയിക്കാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇനി നല്ല മുസ്ലിം ആയിരിക്കും വെള്ളടിയൊക്കെ നിർത്തിക്കളഞ്ഞു. അതോടുകൂടി ഇത് ജിഹാദായി പ്രഖ്യാപിച്ചു. അതോടുകൂടി ഈ അനുയായികളൊക്കെ ഭയങ്കര പിന്നെ എന്താ എനർജൈസ്ഡായി. അയാൾ യുദ്ധം ജയിക്കുന്നു. ഇവരൊക്കെ ശ്രമിച്ചിട്ടും ഇന്ത്യനെ ഇസ്ലാമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റിയിട്ടില്ല. ചെറിയൊരു പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ മാത്രമേ മാറ്റാൻ പറ്റിയിട്ടുള്ളൂ. മനസ്സിലായോ? ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട വളരെ ചുരുക്കം ചില ആളുകളെ മാറിയുള്ളൂ. ഇവിടെ ക്രിസ്ത്യൻസ് വന്ന് സെൻറ്റ് തോമസ് അല്ല നമ്മുടെ സെൻറ്റ് സേവിയർ ലാറ്റിൻ കമ്മ്യൂണിറ്റിയുടെ സ്ഥാപകൻ, അദ്ദേഹമൊക്കെ ഇവിടെ മതപരിവർത്തനം നടത്തി, പോർച്ചുഗീസ് നടന്നു. ഇപ്പോൾ രാജാവിനെ കണ്ടപ്പോൾ രാജാവ് നിങ്ങളാകെ ചെയ്താൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ സവർണ്ണനെ തുടരരുത്, ഈ മുക്കുവ വിവാഹത്തെയൊക്കെ നിങ്ങൾ ചെയ്തോളുന്നു. അവരും താഴെ തട്ടിലുള്ള ആളുകളെയാണ് കൺവേർട്ട് ചെയ്തത്. ആകപ്പാടെ സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണ് കുറച്ച് ഉയർന്ന ജാതിക്കാരുള്ളത്. ആ സെൻറ്റ് തോമസിൻ്റെ കഥ നമ്മൾ കഥയാണ്, ചരിത്രമായിട്ട് എടുക്കേണ്ട, ഈ പ്രവാചകൻ്റെ കാലത്ത് ഇസ്ലാം വന്നു എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ബേസിക്കലി അവർ ഇവിടുത്തെ വൈശ്യ കമ്മ്യൂണിറ്റിയും അവിടുന്ന് സിറിയൻ കച്ചവടക്കാരായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അതുവഴി ഇവിടുത്തെ വൈശ്യ കമ്മ്യൂണിറ്റി കൺവേർട്ട് ചെയ്തതായിരിക്കും അവർ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇറാനിൽ കുറേ മാണിക്യൻ എന്ന് പറഞ്ഞ മതം ഉണ്ടായിരുന്നു. അതിനാണ് മാണി എന്നുള്ള പേര് വന്നത്. ലോകത്തെവിടെയും ക്രിസ്ത്യാനിക്ക് മാണി എന്നുള്ള പേരില്ല, കേരളത്തിൽ മാത്രമേ കാണുള്ളൂ. ഈ മാണിക്യ മതത്തിൽ ബുദ്ധമതത്തിൻ്റെയും ഇതിൻ്റെ ക്രിസ്തു മതത്തിൻ്റെയും എനിക്ക് തോന്നുന്നു സ്വരാഷ്ട്രീയ മതത്തിന് സ്വാധീനമുണ്ട്. മനസ്സിലായോ? ഈ മതത്തിൽ അപ്പം ഈ മതത്തിൽപ്പെട്ട ആളുകളെ പിന്നെ ക്രിസ്ത്യാനിറ്റി വന്ന സമയത്ത് ഇവർ ക്രൈസ്തവ മതത്തിൻ്റെ അവർ കേരളത്തിലുണ്ടായിരുന്നു, നമുക്കായി ബന്ധമുണ്ടായിരുന്നു. അവരതാണ് മറ്റേ താമരക്കുരിശ് എന്ന വന്ന കുരിശ്. അപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടു. ക്രിസ്തു മതത്തിന് അവർ ഒരു ബന്ധം ഓൾറെഡി ഉണ്ട്. ക്രിസ്തു മതം കുരിശൊക്കെ അവർക്കുണ്ട്, കുരിശുണ്ട്, താമരയുണ്ട്, ഈ കിളിയൊക്കെ അവരുടേതാണ്, പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോൾ അവർ പിന്നെ നമ്മളെ ഇവിടെയുള്ള സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറി. അങ്ങനെയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ചരിത്രം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇത്രയും കാലം 600 വർഷം ഉത്തരേന്ത്യയിൽ ഇവമാർ ഭരിച്ചിട്ട് കേരളത്തിൽ ഭരിച്ചിട്ടില്ല കേട്ടോ. കേരളം മാത്രമാണ് ഇവമാൻ അണ്ടറിൽ, കേരളത്തിൽ ആസാം മാത്രമേ ഇവമാൻ അണ്ടറിൽ ഇല്ലാതെ പോയിട്ടുള്ളൂ. പിന്നെ കണ്ണൂരുള്ള അറക്കൽ രാജവംശം ചിറക്കൽ രാജാവിൻ്റെ മോളൊരു മുസ്ലിം കല്യാണം കഴിച്ചു, രക്ഷപ്പെടുത്തി, വെള്ളത്തിൽ പെട്ടുപോയ സമയത്ത്. അപ്പോൾ രക്ഷപ്പെടുത്തിയോണ്ട് അവൾ മുസ്ലിം തൊട്ട് പൊല്യൂട്ടഡ് ആയതുകൊണ്ട് അവളെ കയറ്റാൻ പറ്റില്ല വീട്ടിൽ. രാജാവിന് വളരെ ഇഷ്ടപ്പെട്ട മോളുമാണ്. അപ്പോൾ രാജാവ് എന്ത് ചെയ്താൽ അവിടെ ചെറിയൊരു പ്രദേശം കൊടുത്തു, പിന്നെ അവനെ പിടിച്ച് രാജാവ് ആക്കി. അങ്ങനെയാണ് ആലി രാജാവ്, അറക്കൽ ബീവി ഉണ്ടാകുന്നത്. അവിടെ ബീവിക്കാണ് ഇമ്പോർട്ടൻസ്. അല്ല ഇവിടെ ആ ടിപ്പു സുൽത്താനാണ് പടയോട്ടം നടത്തി വന്നത്. അയാൾ നമ്മുടെ രാജാക്കന്മാർ ഓടിച്ചു വിട്ടിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാവ്, കോഴിക്കോട് രാജാവ് പേടിച്ചു പോയി. പക്ഷേ ബ്രിട്ടീഷുകാരോട് പിന്നെ അയാൾ തോറ്റ അയാളൊരു ഐക്യമായി. ഇവർ ഉത്തരേന്ത്യയിൽ ഏതാണ്ട് തമിഴ്നാട് വരെയുള്ള പ്രദേശം, കാശ്മീർ തൊട്ട് തമിഴ്നാട് വരെ, ഗുജറാത്ത് തൊട്ട് ബംഗാൾ വരെയുള്ള പ്രദേശം ഇവർ ഭരിച്ചിട്ട് 600 വർഷം ഭരിച്ചിട്ട് അവർക്ക് ഇസ്ലാമൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നിസാമുദ്ദീൻ ഔലിയ എന്നുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സൂഫി വൈദ്യനുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ പറയുന്നതൊക്കെ അവർ ഹിന്ദുക്കൾ കേൾക്കും, പക്ഷേ ഈ അരിമാവിൽ നിന്ന് തലനാരെടുത്ത് കളയുന്നത് പോലെ അവരവസാനം നമ്മൾ വന്നേക്ക് എടുത്തങ്ങ് കളയും, അവരുടെ വിശ്വാസം കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഈ സാധനം, ഹിന്ദു മത വിശ്വാസം. അന്ന് RSS ഇല്ല, ഹിന്ദു സംഘടനയല്ല, ദളിതരെ വേണമെങ്കിൽ മാറ്റിക്കുന്നു പറയുന്ന സമയം ഉത്തരേന്ത്യയിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ ദളിതരോ അല്ലെങ്കിൽ ഉത്തരേന്ത്യ അവിടുന്ന് വന്ന ആളുകളാണ്, പുറത്ത് തുർക്കിയിൽ നിന്ന് വന്ന ആളുകളാണ്. അതാണ് ഈ RSS പറയുന്നത്, പുറത്തുനിന്ന് വന്ന ആളുകൾ. ഈ കേരളത്തിലെ മുസ്ലിംസിനെ പറ്റി അല്ലേ അവർ പറയുന്നത്. ഉത്തരേന്ത്യ മഹാഭൂരിപക്ഷം ഒന്നെങ്കിലും ഇവിടെയുള്ള ദളിത് അത് കൺവേർട്ട് ചെയ്താണ്, അല്ലെങ്കിൽ ഈ വെളുത്തവന്മാർ ഹൈറ്റുള്ളവന്മാരൊക്കെ അവിടുന്ന് വന്ന ആളുകളാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ നിസാമുദ്ദീൻ അലി പറയുന്ന പോലെ ഇത്രയും കാലം അമാർ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഏത് അന്ന് RSS ഇല്ലാത്ത സമയത്ത്, മോഡി ഇല്ലാത്ത സമയത്ത് നടന്നിട്ടില്ല. പിന്നല്ലേ ഹിന്ദുക്കൾ സംഘടിതമാക്കാൻ വേണ്ടി RSS ഒരുപാട് സംഘടനകൾ, ഹിന്ദുക്കളുടെ ജാതിക്ക് അതീതമായിട്ടുള്ള മതബോധമുള്ള കാര്യം ഇനി ഇവന്മാരുണ്ടാക്കാൻ വന്നു. അമാരുടെ കാര്യം അവിടെ നിൽക്കുമെന്നോ, ഒന്ന് പാകിസ്ഥാൻ അവിടെ നിൽക്കുമോ എന്ന് ആദ്യം ചിന്തിക്കട്ടെ. രണ്ടാമത് കഴിഞ്ഞിട്ട് അവന്മാർ റെപ്രസെന്റ് ചെയ്യുന്ന ഇസ്ലാം ഉണ്ടല്ലോ, യുദ്ധത്തിലൂടെ മറ്റുള്ളവരെ കീഴടക്കി ലോകം ഇസ്ലാമികവൽക്കരിക്കാൻ പോകുന്നത്, ആ സാധനം ഉണ്ടാവുമെന്നും കൂടി ആലോചിച്ചിട്ട് ഇത്ര സ്വപ്നം കണ്ടാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.